ഇവിടെ പരിശോധിക്കാനുള്ള കാര്യം, ഈ 9 വർഷക്കാലം നാം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റിയോ? കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യത്തിൽ മാറ്റം സൃഷ്ടിക്കാനായോ? ഇവിടെ LDF സ്വീകരിച്ച ഒരു പുതിയ രീതി, അത് പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയ അംഗീകരിച്ച നമ്മുടെ രാജ്യത്ത് എവിടെയും ഇല്ലാത്ത ഒന്നായിരുന്നു. ലോകത്ത് നമ്മളെ അറിവിൽപ്പെട്ടിടത്തോളം എവിടെയുമില്ല. എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നിശ്ചയമില്ല. എന്താണത്? പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോ വർഷവും എത്ര കണ്ട് പൂർത്തിയാക്കാനായി? ഇത് ജനസമക്ഷം അവതരിപ്പിക്കുകയായിരുന്നു സർക്കാർ. LDF നൽകിയ വാഗ്ദാനം അത് തെരഞ്ഞെടുപ്പിൽ വോട്ട് എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ളതല്ല. നാടിനോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായുള്ള വാഗ്ദാനമാണ്. അത് നടപ്പിലാക്കാൻ LDF പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ടാണ് ഓരോ വർഷവും എത്ര കണ്ട് നടപ്പാക്കി എന്ന കാര്യം ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. അന്ന് 2021 ആ ഗവൺമെൻറ് 5 വർഷം പൂർത്തിയാകുന്ന കാലം. അപ്പോഴും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അപ്പോഴേക്ക് കണ്ടത് ആ 600-ൽ വിരലിലെണ്ണാവുന്ന ഒഴികെ മുഴുവൻ നടപ്പാക്കപ്പെട്ടു. ഇത് നമ്മുടെ നാടിൻ്റെ വിലയിരുത്തലിന് വിധേയമായ കാര്യമാണ്. ആ സർക്കാരിനെ കുറിച്ച് ജനങ്ങൾ വിലയിരുത്തി. അതായിരുന്നു 2021 തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ സമീപകാല ചരിത്രം, ആ ചരിത്രം തിരുത്തി എഴുതുകയാണ് ജനങ്ങൾ ചെയ്തത്. സമീപകാല ചരിത്രമെന്ന് പറയുന്നത് ഒരു തവണ ഒരു മുന്നണി, അടുത്ത തവണ അടുത്ത മുന്നണി, ഇതായിരുന്നു. പക്ഷേ ജനങ്ങൾ തീരുമാനിച്ചു, ഈ 5 വർഷം അധികാരത്തിലിരുന്ന LDF തന്നെയാണ് തുടർ ഭരണം കൈയാളേണ്ടത്. അങ്ങനെയാണ് തുടർ ഭരണം LDFന് ജനങ്ങൾ സമ്മാനിക്കുന്നത്.